യൂറോളജി വിഭാഗത്തിൽ ലേസർ ചികിത്സ പോലുള്ള അത്യാധുനിക ചികിത്സാ രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും വേഗത്തിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങൾക്ക് വീട്ടിൽ പോകാം. മിംസ് ഹോസ്പിറ്റൽ, വണ്ടൂർ. വണ്ടൂർ പഞ്ചായത്ത് നിയന്ത്രണത്തിലുള്ള നീലാമ്പ്ര മരക്കാർ ഹാജി ലൈബ്രറിയിലെ ലൈബ്രറിയൻ രജിസ്റ്ററിൽ ഒപ്പിട്ട് മുങ്ങുന്നത് തുടർച്ചയായി പ്രതിഷേധങ്ങൾക്ക് കാരണമാകുന്നു. കഴിഞ്ഞ ദിവസം ബോർഡ് യോഗത്തിൽ ഇടതുപക്ഷാംഗങ്ങൾ പരസ്യ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. ലക്ഷക്കണക്കിന് രൂപ ഇത്തരത്തിൽ ചെയ്യാത്ത ജോലിക്ക് ശമ്പളം പറ്റിയതായി ഇവർ രേഖാമൂലം തെളിവ് ഹാജരാക്കുകയും ചെയ്തു. ഇതിൽ നടപടി സ്വീകരിക്കാമെന്ന ഉറപ്പും അധികൃതർ നൽകിയിരുന്നു. എന്നാൽ പ്രതിഷേധം നടന്ന പിറ്റേ ദിവസമായ ബുധനാഴ്ചയും ലൈബ്രറിയൻ പതിവ് മുങ്ങൽ തുടർന്നു. രാവിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ലൈബ്രറിയിലെത്തിയപ്പോൾ രാവിലത്തെയും ഉച്ചയ്ക്കുമുള്ള ഒപ്പിട്ടത് ശ്രദ്ധയിൽപ്പെട്ടു. ഇതോടെ ഡിവൈഎഫ്ഐ പ്രതിഷേധവുമായി സെക്രട്ടറിയുടെ ചുമതലയിലുണ്ടായിരുന്ന അസിസ്റ്റന്റ് സെക്രട്ടറിയെ ഉപരോധിക്കുകയായിരുന്നു. നടപടി ഉണ്ടാകുമെന്ന ഉറപ്പു ലഭിച്ച ശേഷമാണ് ഇവർ പിരിഞ്ഞുപോയത്. വണ്ടൂർ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. പ്രതിഷേധത്തിന് കെ രാജീഷ്, കെ എം അജയ്, പി ഫാസിൽ, എ പി അൻസാർ, കെ ടി ജസ്മൽ, എം ശ്രീജിത്ത് എന്നിവർ നേതൃത്വം നൽകി. വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള നീലാമ്പ്ര മരക്കാർ ഹാജി സാംസ്കാരിക കേന്ദ്രം വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 15 വർഷത്തോളമായി. ഈ ലൈബ്രറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരം ഇവിടുത്തെ ലൈബ്രറിയൻ അവിടെ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഒപ്പിട്ടതിന് ശേഷം സ്ഥിരമായി മുങ്ങി നടക്കുകയാണ് എന്നുള്ള ഒരു പരാതി നിരന്തരമായി ഇവിടുത്തെ ഡിവൈഎഫ്ഐയും അതോടൊപ്പം തന്നെ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 11 മെമ്പർമാരും നിരന്തരമായി പഞ്ചായത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയതിന്റെ ഭാഗമായി ഇത് ഇന്നലെ അടിയന്തരമായി ഈ വിഷയം മാത്രം ചർച്ച ചെയ്തുകൊണ്ട് ഒരു ബോർഡ് യോഗം വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ നടന്നു. ആ ബോർഡ് യോഗം നടന്നതിന് പിറ്റേന്നും അതിരൂക്ഷമായ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഈ പഞ്ചായത്ത് ബോർഡിനകത്ത് നടന്ന് അതിന്റെ മേൽ നടപടി സ്വീകരിക്കാമെന്ന് ഇതുമായി ബന്ധപ്പെട്ട അധികാരികൾ ഉറപ്പു നൽകിയതിന് ശേഷം അതിന് തൊട്ടു പിറ്റേ ദിവസം, അതായത് ഇന്ന് രാവിലെ ഞങ്ങൾ ആ ലൈബ്രറി സന്ദർശിക്കുന്ന സമയത്ത് ഇവിടെ പഞ്ചായത്തിൽ അദ്ദേഹം ഒപ്പിട്ടിട്ടുണ്ട്. അത് ഒപ്പിടുക മാത്രമല്ല, സാധാരണഗതിയിൽ ഉച്ചയ്ക്ക് ഒപ്പിടേണ്ടത് അതുകൂടി ഒപ്പിട്ടതിന് ശേഷം അദ്ദേഹം ലൈബ്രറിയിൽ പോവാതെ ഇതിൽ അദ്ദേഹം വണ്ടൂർ ടൗണിലൂടെ നടക്കുന്നുണ്ട്. ഞങ്ങൾ ലൈബ്രറിയിൽ പോയ സമയത്ത് അദ്ദേഹമല്ല. ഇത് ഞങ്ങൾ ഈ ഫിറോസ് നീലാമ്പ്ര എന്ന് പറയുന്ന ഈ ലൈബ്രറിയൻ സ്ഥിരമായി ഇതാണ് ഏർപ്പാട് എന്നുള്ളത് ഞങ്ങൾ ഈ പഞ്ചായത്ത് സെക്രട്ടറി മുൻപാകെ വീണ്ടും ഇന്നിവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ അയാൾ ഒപ്പിട്ടതായും അവിടെ ലീവാണ് എന്നുള്ളതും ഇവിടുത്തെ മാധ്യമങ്ങളുടെ മുൻപാകെ ഈ പഞ്ചായത്തിന്റെ സെക്രട്ടറി അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അറിയാൻ വേണ്ടി പറ്റി. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ മുൻകാലങ്ങളിൽ ആരോപിച്ചതുപോലെ തന്നെ ഈ 10 വർഷക്കാലം വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഒരാളുടെ ഏറ്റവും അടുത്ത അല്ലെങ്കിൽ ഏറ്റവും ആത്മാർത്ഥ സുഹൃത്താണ് ഈ പറയുന്ന ലൈബ്രറിയൻ ഫിറോസ് നീലാമ്പ്ര. അത് കഴിഞ്ഞ 10 വർഷക്കാലം അദ്ദേഹം വളരെ സുഗമമായി ഒരു ജോലിയും ചെയ്യാതെ ഈ സർക്കാരിന്റെ ശമ്പളം പറ്റിക്കൊണ്ടിരുന്നു. ഇപ്പോ പുതിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വന്നപ്പോ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഉള്ള പ്രശ്നം എന്താണ്? ഈ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ സഹോദരന്റെ ബിസിനസ് പാർട്ണറാണ് ഈ ഫിറോസ് നീലാമ്പ്ര എന്ന് പറയുന്ന ഈ അഴിമതിക്ക്, ഈ കാട്ടുകൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ ലൈബ്രറിയൻ. കഴിഞ്ഞ 15 വർഷത്തോളമായി ഇദ്ദേഹം ഒരു ജോലിയും ചെയ്യാതെ സർക്കാരിന്റെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് വിലസി നടക്കുകയാണ്. ഇത് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ സെക്രട്ടറി മുമ്പാകെ ഞങ്ങൾ ഈ വിഷയം ഉന്നയിച്ചു. ഇന്നലെ ബോർഡിനകത്ത് എടുത്തിട്ടുള്ള വിഷയങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ ഇവിടെ പറഞ്ഞു. അതിന്റെ ഭാഗമായി വലിയ പ്രതിഷേധം. അദ്ദേഹം ഇവിടെ നടന്ന ബോധ്യപ്പെട്ട കാര്യങ്ങൾ രേഖാമൂലം എഴുതി തരണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ ഭാഗമായി അദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ എഴുതി രേഖപ്പെടുത്തി ഞങ്ങൾക്ക് തന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇന്നത്തെ പ്രതിഷേധം താൽക്കാലികമായി ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ ജോയിന്റ് ഡയറക്ടർ, വിജിലൻസ് ഉൾപ്പെടെ ഇതിന്റെ നിയമപരമായ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തി ഈ ഫിറോസ് നീലാമ്പ്ര എന്ന് പറയുന്ന ഈ കാട്ടുകള്ളനെ
ഈ വണ്ടൂർ പഞ്ചായത്തിന്റെ ഇവിടുത്തെ ഈ ലൈബ്രറിയൻ സ്ഥാനത്ത് നിന്ന് പിരിച്ചുവിടണം എന്നുള്ളതാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള നിയമ നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഇനിയും ഇതേ നിലപാട് ഈ വണ്ടൂർ പഞ്ചായത്തിന്റെ ഭരണസമിതിയും ഇതിന്റെ ഉദ്യോഗസ്ഥരും സ്വീകരിച്ചാൽ വലിയ ജനകീയ പ്രക്ഷോഭങ്ങളുമായി ഡിവൈഎഫ്ഐ മുന്നോട്ട് വരും. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.